ഒരു സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയയും വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. സിലിണ്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള സർക്കിള് അതേപോലെ മേലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെയായിരിക്കും സിലിണ്ടർ. അതായത് മേലത്തെ സർക്കിളും താഴത്തെ സർക്കിളിൻ്റെയും റേഡിയസ് ഈക്വൽ ആയിരിക്കും. ഇനി ഇതിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷനാണ് പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. അതായത് ഇതിൻ്റെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇനി സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ അഥവാ വക്രമുഖ വിസ്തീർണം എങ്ങനെ കാണാൻ നോക്കാം. ഈ ഒരു ഭാഗം ഇതിനെയാണ് കർവ്ഡ് സർഫസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെയുള്ള സർക്കിളിൻ്റെ സർക്കംഫറൻസ് അഥവാ ചുറ്റളവ് അതിൻ്റെ കൂടെ ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അതായത് 2πr h. 2πr എന്ന് പറയുന്നത് ഇതിൻ്റെ സർക്കംഫറൻസ് ഈ സർക്കിളിൻ്റെ, അതിൻ്റെ കൂടെ ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കിട്ടും. ഇനി ഈ സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ താഴത്തെ ഏരിയയും സർക്കിളിൻ്റെ ഏരിയയും മേലത്തെ സർക്കിളിൻ്റെ ഏരിയയും പിന്നെ ഈ കർവ്ഡ് സർഫസ് അതിൻ്റെ ഏരിയയും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ്. നമുക്കറിയാം ഈ താഴത്തെ ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr സ്ക്വയർ, മേലത്തെയും കൂടി ആഡ് ചെയ്യുമ്പോൾ 2πr സ്ക്വയർ. 2πr സ്ക്വയർ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ 2πr h. ഇനി ഇതിന്ന് രണ്ടിലും 2πr കോമൺ ഉണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള 2πrനെ പുറത്തേക്ക് എടുക്കാം. ഇനി r+h. അപ്പോൾ ഇതാണ് സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr ഇൻറ്റു r+h. ഇനി ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. റേഡിയസ് 4 സെൻറ്റിമീറ്ററും ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr സ്ക്വയർ h. അപ്പോൾ ഇതിൽ വാല്യൂസ് ഇട്ട് കൊടുക്കാം. r 4 സെൻറ്റിമീറ്റർ, h 8 സെൻറ്റിമീറ്റർ. ഇനി 4 സ്ക്വയർ 16 ഇൻറ്റു 8 അപ്പോൾ 128 പൈ. ഇതിൽ പൈയുടെ വാല്യൂ 3.14 ഇട്ട് കൊടുക്കാം. 128 ഇൻറ്റു 3.14. അപ്പോൾ ആൻസർ 401.92 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി ഇത് സിലിണ്ടറിൻ്റെ തന്നെ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ 2πr(h). ഇതിൽ 2 ഇൻറ്റു പൈ ഇൻറ്റു ആറിൻ്റെ വാല്യൂ 4 സെൻറ്റിമീറ്റർ, h 8 സെൻറ്റിമീറ്റർ. അപ്പം 64 പൈ എന്ന് വരും. പൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. 64 ഇൻറ്റു 3.14. അപ്പോൾ ആൻസർ 200.96 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2πr സ്ക്വയർ പ്ലസ് 2πrh ആണ്. ഇതിൽ 2πrh എന്ന് പറയുന്നത് ഈ കർവ്ഡ് സർഫസ് ഏരിയ ആണ്. അത് നമ്മൾ മുന്നേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി 2πr സ്ക്വയർ എന്ന് പറയുന്നത് ടോപ്പിലും ബോട്ടത്തിലുള്ള സർക്കിളുകളുടെ ഏരിയ ആണ്. അതും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ വാല്യൂ നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ 100.48 പ്ലസ് ഈ 2πrhൻ്റെ വാല്യൂ 200.96. അപ്പോൾ നമുക്ക് ആൻസർ 301.44 സെൻറ്റിമീറ്റർ സ്ക്വയറിന് കിട്ടും. ഇനി ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു ഇക്വേഷൻ കൂടി പഠിച്ചിട്ടുണ്ട്. 2πr ഇൻറ്റു r+h. അതിൽ ഈ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇതേ ആൻസർ തന്നെ ആയിരിക്കും കിട്ടുക.